വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂണാണ് കേട്ടോ. മഷ്റൂം കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇത് ഞാൻ അധികം കൂണിൻ്റെ കറി ഉണ്ടാക്കാറില്ല. ഇതൊരു പുതിയ പരീക്ഷണമായിരുന്നു എൻ്റെ. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരാണ്. കൂണ് വൃത്തിയാക്കാനായിട്ട് കൂൺ ഇതേപോലെ പാക്കറ്റിൽ മേടിച്ചപ്പോൾ അതിനകത്ത് നിറച്ച് മണ്ണുണ്ടായിരുന്നു. അത് വൃത്തിയാക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ മൈദപ്പൊടി ഇട്ടിട്ട് ഈ കൂണിന് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ണും അതിലെ അഴുക്കുകളൊക്കെ പോയി കിട്ടി, നന്നായി വൃത്തിയായി കിട്ടി കേട്ടോ. അതിനുശേഷം അതിൻ്റെ ആ തണ്ട് ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട്, നടുക്കുള്ള തണ്ട് ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൈകൊണ്ട് തന്നെ മുറിച്ചെടുക്കാം. അത്രയും സോഫ്റ്റാണ്. കൈകൊണ്ട് തന്നെ നമ്മൾ മുറിച്ചെടുത്തു. ഞാൻ പിന്നെ അതിൻ്റെ ഒന്നും കൂടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കറുത്ത കളറുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കളഞ്ഞായിരുന്നു കേട്ടോ. അതെല്ലാവരും ചെയ്യാറില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു. ക്ലീൻ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തു ഞാൻ. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടി ഒരു സവാള മുറിച്ചെടുക്കുന്നുണ്ട്, ചെറുതായിട്ട് മുറിച്ചെടുക്കണ്ടേ. ഇനി പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടായപ്പോൾ ഒരു ചെറിയ പീസ് പട്ടയും 2 ഗ്രാമ്പും ഇട്ടു. അത് പൊട്ടി വന്നതിന് ശേഷം ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട്, ചെറിയ ജീരകം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. ഇത് നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു നന്നായിട്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു 1/2 ടീസ്പൂൺ ഓളം, 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു. ഇത് വേണമെങ്കിൽ ടൊമാറ്റോ പ്യൂരി ഇടാം കേട്ടോ, ആവശ്യമുള്ളവർക്ക്. ഞാൻ ടൊമാറ്റോ സോസാണ് ഇട്ടത്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇടിയൻ മുളകാണ്, അതും ഒരു ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഇടിയൻ മുളക് ഇട്ടു. അതിനുശേഷം കുറച്ച് മസാലപ്പൊടി, അതും ഒരു 1/2 ടീസ്പൂണോളം മസാലപ്പൊടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തു. അതിൻ്റെ പച്ചമണമൊക്കെ മാറി. അതിനുശേഷം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂൺ ചേർത്തു കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഒരു 5 മിനിറ്റ്, ഒരു 8 മിനിറ്റോളം ഒന്ന് സ്ലോ ഫെയറിൽ ഇതിനെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. ഈ സമയത്ത് വെള്ളം ഒഴിക്കുന്നില്ല. ഇതിങ്ങനെ കഴിക്കാം, ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടി പൊടിക്കൈകൾ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇത് നന്നായി 5-10 മിനിറ്റ് വെന്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഇനി ഞാൻ ചേർക്കുന്നത് കാഷ്നട്ടിൻ്റെ പേസ്റ്റാണ്. ഇത് കാഷ്നട്ട്, ഒരു 5 കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അതും ഇതിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കസ്തൂരി മേത്തിയാണ് കേട്ടോ. കസ്തൂരി മേത്തി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചാണ് കേട്ടോ ഇതിനകത്തേക്ക് ചേർത്തത്. ഇത്രയേ ഉള്ളൂ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇങ്ങനെയുള്ള റെസിപ്പികൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.